എൻ്റെ അമ്മോ, കുതിര പൊക്കോണ്ടിരിക്കുക. നമ്മൾ ചെറിയൊരു പേടിയുണ്ട്, ഈ കുതിര എങ്ങാനും വല്ല കടലിലോട്ടെങ്ങാനും ഇറങ്ങി ഓടുവോ, എങ്ങനെ രക്ഷപ്പെടും, ചാടും. അന്നേരം ഞങ്ങളിങ്ങനെ ഇതായിട്ടിരിക്കും. ആ സമയത്തുണ്ടല്ലേ ഈ കുതിര എന്താ ചെയ്തെന്നറിയാവോ, അവിടെ ഒരാൾ മറ്റേ തിട്ടയുടെ പുറത്തിരുന്ന് കപ്പലണ്ടി കഴിക്കുമായിരുന്നു. ഇത് നമ്മൾ കാണുന്നില്ലേ, നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുതിര ആ കുതിരക്കാരൻ്റെ പുറകെ പോകും. എന്നറിയാം, ഇപ്പം നേരത്തെ നമ്മൾ മറ്റേ കുതിര കപ്പലണ്ടി കണ്ട് ഓടിയില്ലേ, അതേപോലെയാണ് ഇവൻ്റെ കാര്യം. ഇവൻ എവിടെ മാങ്ങ അരിഞ്ഞു വെച്ചേക്കുന്ന കണ്ടാലും കുതിരയെ പോലെ ഇവൻ ആ മാങ്ങയുടെ അടുത്തോട്ട് പോകും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദിൽസ് വേൾസ്. ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനൽ ആദിൽസ്. ഇത് നമ്മൾ വന്നിരിക്കുക ശംഖുമുഖത്ത് പോകാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം. അപ്പോൾ ഞാൻ ശംഖുമുഖത്ത് സൺസെറ്റ് എന്ന് പറഞ്ഞിറങ്ങി ഇവരെല്ലാവരും കൂടെ സൺസെറ്റും കാണാം. പക്ഷെ എനിക്ക് രാത്രിയാണ് പോകേണ്ട ആവശ്യം, അതുകൊണ്ട് 6:30 ഇറങ്ങാൻ. ഇവര് 6:30 ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ചുമ്മാ കള്ളത്തിനും പറഞ്ഞ് അല്ല ഫ്രണ്ട്സ്, ഞാൻ പോയപ്പോഴത്തേക്കും വേണമെങ്കിൽ പപ്പയും അമ്മയും കൂടെ ഫുൾ കാട്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ സ്ഥലത്ത് പോയപ്പോൾ അവിടെ അറിഞ്ഞുകൂടാത്ത സ്ഥലത്തൊക്കെ ഇപ്പം ട്രാൻസ്പറേഷൻ എന്തോ സാധനം അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ശംഖുമുഖത്ത് എത്താറായി. അവിടെ നമുക്ക് നേരെ ആദ്യം വെട്ടുകാട് പള്ളിയിലോട്ട് പോകാൻ വിചാരിച്ച്. ബാക്കി എൻ്റെ അമ്മ പറയട്ടെ. വെട്ടുകാട് പള്ളിയിൽ പോകാൻ കാരണം ശംഖുമുഖത്ത് ചിലപ്പോൾ തിരക്കായിരിക്കും. തിരക്കുള്ള സമയത്തൊക്കെ എങ്ങും ഇറങ്ങുന്നൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. തിരക്കുള്ള സ്ഥലത്ത് ഇറങ്ങാൻ താല്പര്യമില്ല. ശംഖുമുഖത്ത് ഒരാൾ, ഇവിടെ 500 ആൾ പറഞ്ഞു. അപ്പം നമ്മളിതാ വെട്ടുകാട് പള്ളിയുടെ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശംഖുമുഖത്തിനെക്കാട്ടിലും അപ്പുറത്തെ തിരക്ക്. അപ്പോഴത്തേക്കും എവിടെയെങ്കിലും ശരിയെങ്കിൽ ഇതിൻ്റെ പുറകിലും ബീച്ചുണ്ടല്ലോ, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവിടെ ഒരു ശകലം പോലും സ്പേസ് ഇല്ല വണ്ടി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അവസാനം എന്താ നമ്മൾ തിരിച്ച് വീണ്ടും ശംഖുമുഖത്ത് എത്തിയിരിക്കുകയാണ്. ശംഖുമുഖത്ത് പോകാൻ വേണ്ടിയിട്ടല്ലേ വന്നത്, അതുകൊണ്ട് തിരിച്ച് ശംഖുമുഖത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇതാ 2 നില ബസ്സാണ് കേട്ടോ ആ കാണുന്നത്. നേരത്തെയൊക്കെ ഉള്ള ബസ്സായിരുന്നെങ്കിലും മേളിൽ തുറന്ന ബസ്സല്ലായിരുന്നു, ഇപ്പം മേളിൽ തുറന്ന ബസ്. അതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നഗര കാഴ്ചകളെല്ലാം കണ്ട് അടിപൊളിയായിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ പണ്ടുള്ള ബസ്സാണ് ഇതാ ഞാനിവിടെ ഈ കാണിച്ചേക്കുന്നത്. അപ്പം മേളിലും കറക്റ്റ് താഴെ ഉള്ളതുപോലെ തന്നെയായിരുന്നു മേളിലും. അത് കുറേ വർഷം കഴിഞ്ഞില്ലേ, അപ്പം ബസ് കുറച്ചുകൂടെ മോഡേൺ ആയപ്പോൾ ഇങ്ങനെ ആയതാണ്. അത് കഴിഞ്ഞിതാ നമ്മൾ ബസ്സെല്ലാം അങ്ങോട്ട് പോയി. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മളിതാ നേരെ ശംഖുമുഖത്തോട്ട് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളിതാ സ്പേസ് നോക്കി നടക്കുകയാണ്. അപ്പോഴാണെങ്കിൽ നമുക്ക് ചെറിയ സ്പേസ് കിട്ടിയിരിക്കുന്നു. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പം ഈ സൈഡിലായിട്ട് ഫ്രണ്ട്സ്. അപ്പം അങ്ങോട്ട് ഇപ്പോൾ ഈ വണ്ടി ഇൻഡിക്കേറ്റർ കാണിക്കില്ലേ, അത് ഇതിപ്പോൾ നമ്മൾ അവിടെ പാർക്കൊക്കെ ചെയ്തതിന് ശേഷം അവിടെ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് അകത്ത് തന്നെ കയറിയപ്പം ഇഷ്ടം പോലെ കടകൾ, ബെൽറ്റ്, അത് ഇത് എല്ലാം. അപ്പം ഞാൻ പറഞ്ഞ അമ്മ ആ ബലൂൺ മേടിച്ച ഹൈഡ്രജൻ ബലൂൺ വീട്ടിൽ നിന്ന് പറത്തി വിടാൻ ഞാൻ പറഞ്ഞു. ഇത്രയും വലിയ ചെറുക്കനായ 4ാം ക്ലാസ്സിൽ 10 വയസ്സായി, അപ്പോഴാണ് അവൻ ഇപ്പോഴും LKG പഠിക്കുന്ന കുട്ടി. അങ്ങനെ അവസാനം എന്താ നമ്മൾ അവിടെ നിന്ന് നേരെ പോയപ്പോഴത്തേക്കും പാവ് ബജ്ജി കണ്ടേ. അപ്പം നമ്മളെ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും യൂട്യൂബ് ചാനലില്ലേ, അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോഴത്തേക്കും അവർ ശംഖുമുഖത്ത് പോയി പാവ് ബജ്ജി തിന്നായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അത് കണ്ടപ്പം ഒന്ന് ചെറുതായിട്ട് കഴിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴല്ലേ ഇപ്പോൾ ശംഖുമുഖത്ത് വന്നത്. ശരിയെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ എന്തായാലും ഇപ്പോൾ ശംഖുമുഖത്ത് എല്ലാവരും വരുന്നത് കഴിക്കണമെന്ന് ആലോചിച്ച് മേടിച്ച് ആൾക്ക് ഒരു പീസ്, എനിക്ക് 2 പീസ്. എന്തായാലും നമ്മൾ ശംഖുമുഖത്ത് വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും പകുതി 3/4 പേരും കടൽ കാണാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. അവിടെ ഉള്ള കടകളും അവിടുത്തെ ആഹാരവും ഒക്കെ മേടിച്ച് കഴിച്ച് ഇങ്ങനെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ പപ്പ എനിക്ക് വേണ്ടി ഇങ്ങനെ എറിയുമ്പോൾ മറ്റേ ലൈറ്റ് കത്തി മുകളിലോട്ട് ഇങ്ങനെ പോകൂലേ സാധനം മേടിച്ചതാ. ഇവ അതേപോലുള്ള സാധനം വാങ്ങിച്ച് മേളിലോട്ട് മറ്റിങ്ങനെ എറിഞ്ഞ് കളിക്കില്ല, റബ്ബർ ബാൻഡും ഉണ്ട്. അത് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ്റെ യഥാർത്ഥ വരാനുള്ള ഉദ്ദേശം. എന്നിട്ട് വെറുതെ ചുമ്മാ സൺസെറ്റ് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വന്നതാണ്. എന്നിട്ടാ നമ്മളിപ്പോൾ പാവ് ബജ്ജിയൊക്കെ മേടിച്ചിട്ട് കഴിച്ച് എങ്ങനെയുണ്ട് എക്സ്പ്രഷൻ ഒന്ന് നോക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും വിചാരിച്ച് എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ച്. അങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളമൊക്കെ മേടിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് പോയതാണേ. അവിടെ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ഇരുട്ടായിപ്പോയി, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുൾ ഇരുട്ടല്ലേ, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിതാ സ്ഥലമൊക്കെ നോക്കി നടന്ന് നമ്മളോട് പിന്നെ അതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിപ്പോയി കഴിച്ചത്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരിത് കിട്ടിയില്ല. പിന്നെ അതിന് ശേഷം അവൻ പോയി മറ്റേ റബ്ബർ ബാൻഡ് മേളിലോട്ട് എറിഞ്ഞ് കളിക്കുന്ന അതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ, അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പോയി മേടിച്ചുകൊണ്ട് വന്ന്
പപ്പ ആണെങ്കിൽ ഞാൻ ഒരു അടി അടിച്ച് വെക്കട്ടെ നേരത്തെ ചോദിച്ച് ഞാൻ വന്ന് പറഞ്ഞ് കൊടുത്ത് അപ്പോൾ പപ്പ അടിക്കാൻ പോയി. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അടിച്ച് പറത്താൻ പോകുമ്പോൾ പപ്പ പറഞ്ഞു പപ്പയ്ക്ക് തരണമെന്ന്. അപ്പം വീണ്ടും പപ്പ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഇല്ല. അപ്പം അത് അടിച്ച് മണ്ടിലിട്ടിട്ട് പോയി എടുക്കാൻ പോയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇതിപ്പോൾ നമ്മൾ വിചാരിച്ച് മേളിലോട്ട് പറത്തി വിട്ടപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് നേരെ ഇനി വല്ല കടലിലോട്ടും പോവുമോ, ഇനി ഇവ ഓടി കടലിലെടുക്കാൻ അങ്ങോട്ടെങ്ങാണോ ഓടുമോ എന്ന് വിചാരിച്ചു, പുറകെ ഓടേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് കറക്റ്റ് നമ്മൾ ഇരുന്ന പുറകിലോട്ടാണ് കാറ്റടിച്ചത്. അപ്പം നമ്മൾ മേളിലോട്ട് പറത്തി വിട്ടപ്പോഴത്തേക്ക് നേരെ പുറകോട്ട് നേരെ പറഞ്ഞില്ല. ഇത് എപ്പോഴും അങ്ങോട്ട് വേണ്ടിട്ട് ഓട്ടിക്കുവാണ് ഈ സാധനം. ഇത് കറക്റ്റ് നമ്മളെ എവിടെ ഇരുന്നുകൊണ്ടാണ് ചെന്ന് നമ്മുടെ പുറകോട്ടാണ് അത് പറന്നു പോകുന്നത്. പിന്നെ അതിനുശേഷം എന്താ അവൻ സ്വന്തമായിട്ട് ഒറ്റയ്ക്കൊക്കെ പോയി നിന്ന് ഒറ്റയ്ക്ക് ചെയ്തു. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സൂം ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടെ ലൈറ്റ് വെട്ടം കിട്ടി. പിന്നെ അവനാണ് ചെയ്തത്. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് മുകളിലോട്ടൊക്കെ എറിഞ്ഞൊക്കെ കളിച്ച് അങ്ങനെ ഇവൻ അവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മളുടെ മുമ്പിലായിട്ടും അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ എന്തോ ഒരു കയർ കെട്ടിയേക്കുന്നത്, ഒരു പച്ച കളറിലെ പോലത്തെ ഒരു കയർ കെട്ടിയേക്കുന്നത് പോലെ തോന്നിയേ. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങേ അറ്റത്തോട്ട് നോക്കുമ്പോഴും അതിൻ്റെ അറ്റം കാണുന്നില്ല, ഇങ്ങേ അറ്റത്തോട്ട് നോക്കുമ്പോഴും കാണുന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ച് ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാതിരിക്കാനോ ഇപ്പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൂടെ കയർ കെട്ടത്തില്ല, ഇനി അതേപോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് മനസ്സിലായത് സംഭവം പെട്ടെന്ന് കാണുന്നില്ല. രണ്ടാമത് നോക്കിയപ്പോഴത്തേക്കും വീണ്ടും കാണുന്നത്. നോക്കിയപ്പോഴാണ് മനസ്സിലായത് മറ്റേ അത് ലേസറല്ലേ അത് വെച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചെറിയ ലേസറായിരുന്നു സാധാരണ ഇവരുടെ കയ്യിൽ കാണുന്നത്. ഇതിപ്പോൾ വലിയ ലേസറാണ്. അതാണ് അത് പിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതും കൂടെ മേടിക്കാതെ അവനൊരു സമാധാനം. അല്ലല്ല ഞാൻ പോയി പറഞ്ഞു അതൊന്നും പറ്റില്ല നീ പോടാന്ന് പറഞ്ഞു. പപ്പ കണ്ടപ്പോഴാണ് പപ്പയ്ക്ക് ഒരു കൊതി മേടിക്കണം. ഇപ്പം അത് കാണാനില്ല ഫ്രണ്ട്സ് എൻ്റെ. അങ്ങനെ നമ്മൾ ആ ലേസറൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് പിന്നെ ആ ഫോട്ടോ ഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. ലേസറും വെച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം ലേസറിൻ്റെ അതിനകത്ത് ഒരുപാട് ഷെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് രീതിയിലുള്ള. അപ്പോൾ അതെല്ലാം എടുത്ത് ഇങ്ങനെ മണ്ണിൽ കൂടെ അവൻ കാണിച്ചു തരുക. ഞാൻ പറയടാ ഒന്ന് അത് കാണിച്ചിടാ, അതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമല്ലോ. നല്ല ദൂരെ വരെ പോകുന്ന ലൈറ്റാണ് കേട്ടോ. ഈ ലൈറ്റ് മാത്രം പോകില്ല, അതിൻ്റെ ഒറ്റ ലേസർ മാത്രമേ പോകുള്ളൂ അത്രയും ദൂരം വരെ. ഇത് അത്രയും ദൂരം ഇരുട്ടാണെങ്കിൽ അത്യാവശ്യം പോകും. അത് കഴിഞ്ഞിതാ കാണിച്ചിട്ട് അവന് മതിയാവുന്നില്ല. അവൻ പിന്നെയും കുറച്ചുകൂടെ നേരത്തെ വെട്ടത്ത് നിന്ന് കാണാൻ പറ്റിയില്ലല്ലോ, അപ്പോൾ ഇച്ചിരി കൂടെ വെട്ടത്തുകൂടെ നിന്ന് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന്. അതിനുശേഷം പിന്നെ ആ ഒരു കളിയിടതും കഴിഞ്ഞ് സമയം കുറേ 8:45 ഫ്രണ്ട്സ് അപ്പം എനിക്കൊരു ചെറിയ കൊതി ഐസ്ക്രീമായി സ്റ്റിക്ക് ഉണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മാംഗോ ബാർ എടുത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ ഫുള്ള് മാംഗോ ബാർ, എനിക്ക് അത് ഇഷ്ടമില്ല. അപ്പോൾ അതെടുത്ത് മേടിച്ചിട്ട് നോക്കിയപ്പോൾ തിരിച്ചെടുത്ത് ഒരു കോണുണ്ട്, ഈ ചോക്ലേറ്റ് ഉണ്ട്, ആ കോണ് ചോദിച്ചു മേടിച്ച്. അപ്പോൾ അതങ്ങ് മേടിച്ചെടുത്ത് അവരത് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അമ്മ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അനിയത്തിക്ക് മേടിച്ചാണ് ഫ്രണ്ട്സ്. അവരെനിക്കിപ്പോൾ തന്നു ഫ്രണ്ട്സ്. തന്നില്ലേ? അതായത് ഇത് ലേസർ എടുത്ത് അമ്മ കാണിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് കാണിച്ചു തന്നത്. എൻ്റെ കണ്ണടിച്ചു. ആ ഐസ്ക്രീം തന്നിരിക്കുന്നപ്പോഴാണ് ഒരു അടിപൊളി സംഭവം ഉള്ളത്. ഈ കുതിരയെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഈ ശംഖുവത്ത് വരുമ്പോഴുള്ള ഓർമ്മ എന്താണെന്ന് പറയാം. ഇപ്പോൾ അവിടെ ഒരു ഫോട്ടോ കാണിച്ചില്ലേ, പണ്ട് ഇതേപോലെ ഇവൻ അത്രയും ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ കുതിരപ്പുറത്ത് ഇതേപോലെ ശംഖുവത്ത് വന്നപ്പോൾ കുതിര ഉണ്ടായിരുന്നു. അങ്ങനെ കുതിരപ്പുറത്ത് കയറി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവനും കയറിയിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അപ്പം ഞങ്ങൾ ഇതേപോലെ രണ്ടുപേരും കൂടെ കയറിയിരുന്നിട്ട് നമ്മളുടെ കൂടെ നമ്മളുടെ ആൾക്കാർ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഈ കുതിര കൊണ്ടുപോകുന്ന ആൾ പോവുക. അപ്പോൾ അയാളുടെ പുറകിലാണ് ഈ കുതിര നടന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് കുതിരപ്പുറത്തിരുന്ന് പോകുമല്ലേ. പോകുന്ന വഴിക്ക് എൻ്റെ അമ്മോ കുതിര പൊക്കോണ്ടിരിക്കുക. നമ്മൾ ചെറിയൊരു പേടിയുണ്ട്, ഈ കുതിര എങ്ങാനും വല്ല കടലിലോട്ടെങ്ങാനും ഇറങ്ങി ഓടുമോ, എങ്ങനെ രക്ഷപ്പെടും. അന്നേരം ഞങ്ങളിങ്ങനെ ഇതായിട്ടിരിക്കും. ആ സമയത്തുണ്ടല്ലോ ഈ കുതിര എന്താ ചെയ്തെന്നറിയാവോ, അവിടെ ഒരാൾ മറ്റേ തിട്ടയുടെ പുറത്തിരുന്ന് കപ്പലണ്ടി കഴിക്കുമായിരുന്നു. ഇത് നമ്മൾ കാണുന്നില്ലേ, നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ കുതിരക്കാരൻ്റെ പുറകെ പോകുന്നില്ല. നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് തിരിയുന്നു. നമ്മൾ വിചാരിക്കും ദൈവമേ കുതിര ഇങ്ങോട്ട് തിരിയുന്നത് എവിടെ പോകും, ഒരു പിടിയില്ല. നമ്മൾ വെച്ച് ദൈവമേ ഈ കുതിര നമ്മളെയും കൊണ്ടങ്ങാണോ ഓടുവോ, വല്ല കടലെങ്ങാണോ ഓടുവോ. അപ്പം ഞാൻ മനസ്സിലായിരിക്കുമോ ഇവനെ എങ്ങനെ രക്ഷിക്കും. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡൊക്കെ വരാൻ നേരത്ത് ഞാൻ ഇവനെ എടുത്തങ്ങ് എറിഞ്ഞങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ച് എറിഞ്ഞു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ചാടാം, ഈ കടലിലോട്ടെങ്ങാണോ പോകുമല്ലോ എന്ന് വിചാരിച്ച്. അവസാനം നോക്കിയപ്പോഴത്തേക്ക് അയാൾ കപ്പലണ്ടി കഴിക്കുന്നിടത്തോട്ട് അതും കണ്ടുകൊണ്ട് പോയതാണ്. പിന്നെ ആ കുതിരക്കാരെ ഓടി വന്ന് അതിനെ പിടിച്ചോണ്ട് പോയി. അപ്പോഴത്തേക്കും കപ്പലണ്ടി നിന്നുകൊണ്ടിരുന്ന ആൾ പേടിച്ച് അയാൾ എഴുന്നേറ്റ് ഓടി. അതൊരു രസമായിരുന്നു.
അങ്ങനെ നമുക്ക് ശംഖുവത്ത് പോകുമ്പോൾ അതാണ് ഓർമ്മ. നമ്മൾ പണ്ട് എപ്പോഴും സ്ഥിരം ശംഖുവത്തായിരുന്നു പൊക്കോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഭീമാപ്പള്ളിയിലോട്ടായി. അതിനുശേഷം ഭീമാപ്പള്ളി മാറി ട്രിവാൻഡ്രം മാൾ വന്നപ്പോഴത്തേക്കും ട്രിവാൻഡ്രം മാളിലോട്ടായി. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ലുലു മാൾ വന്നിപ്പോൾ അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ലുലു മാളുമായി. ഇതെന്താണെന്ന് പറയുക, ഇപ്പം നേരത്തെ നമ്മൾ മറ്റേ കുതിര കപ്പലണ്ടി കണ്ട് ഓടിയില്ലേ, അതേപോലെയാണ് ഇവൻ്റെ കാര്യം. ഇവൻ എവിടെ മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്ന കണ്ടാലും കുതിരയെ പോലെ ഇവൻ ആ മാങ്ങയുടെ അടുത്തോട്ട് പോകും. ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇവ അവിടെ നിന്നുകൊണ്ട് മാങ്ങ ആ അമ്മൂമ്മ കണ്ടില്ല കേട്ടോ, ആദ്യം ഇവൻ വിളിച്ചത്. എന്നിട്ട് രണ്ടാമത് അമ്മൂമ്മ കണ്ട് അങ്ങനെ വന്നിട്ട് അതിനകത്ത് ഉപ്പ് മുളക് ഇടണം. അതാണ് ഇവൻ്റെ മെയിൻ പരിപാടി. വീട്ടിൽ ഏത് സമയവും മാങ്ങ മരത്തേന്ന് പറിച്ച് ഉപ്പും മുളകും ഇട്ട് കഴിക്കലാണ് പണി. എന്നിട്ടും ശംഖുവത്ത് വെച്ച് ഇത് കണ്ടാൽ, എവിടെ വെച്ച് കണ്ടാലും അവന് വേണം. അങ്ങനെ നമ്മൾ മാങ്ങയെല്ലാം വാങ്ങിക്കൊടുത്ത് അതും കഴിച്ചിട്ട് നമ്മളിതാ അടുത്തായിട്ട് തന്നെ ഇവിടുന്ന് ഇനിയിപ്പോൾ ശംഖുവത്ത് നിന്ന് പോവാം. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി. നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വീട്ടിൽ എത്തുമ്പോഴത്തേക്കും തന്നെ ഒരു സമയമാവും. അപ്പം അങ്ങനെ ഇത് നമ്മുടെ അത് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് പറയുക, ഇത് ശംഖുമുഖത്ത് നേരത്തെ ആയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കടലൊക്കെ ഇങ്ങനെ കയറിയ പിന്നീട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങത്തില്ല. അപ്പോൾ തീരെ ഒന്നും ഇപ്പോൾ അധികം ഇല്ലല്ലോ. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ കടലിൻ്റെ അടുത്ത് പോയി ഇരുന്ന് കടൽ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ഇത്രയും കടകളൊന്നും പണ്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇത്രയും കടകളൊക്കെ ആയത്. ഇപ്പോൾ എല്ലാവരും ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരുടെ ഒരു ബഹളം, ഒരു ഉത്സവപ്പറമ്പിൽ പോകുന്ന പോലത്തെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ശംഖുവത്ത് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ അടുത്ത വേറൊരു കടയിൽ നിന്നും മാങ്ങ മേടിച്ചിട്ട് ഇനി എന്തായാലും വേറെ കടയില്ലാത്തതുകൊണ്ട് നന്നായി. ഇനിയിപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം എത്താറായി, കാറ് പാർക്ക് ചെയ്ത. അങ്ങനെ നമ്മൾ കാറിൽ കയറി തിരിച്ച് നമ്മളിതാ വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. കാറിൽ കയറിയിട്ടും ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്ക് ഈ ലേസർ താത്ത് വെക്കത്തില്ല. കാറിലിരുന്നും ഫുള്ള് ലേസറിലാണ് കളിച്ച് ഇനി കുറേ ദിവസത്തേക്ക് ഇനി അടുത്ത പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുന്നിടം വരെ ഇത് തന്നെ പരിപാടി. ഇനി ഈ ലേസർ താത്ത് വെക്കത്തേ ഇല്ല. അതും കഴിഞ്ഞതാ ഇതിലെല്ലാം കളിച്ചതിന് ശേഷം നമ്മൾ നേരെ നമ്മളിനി അടുത്തൊരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഇവിടുന്ന് ഈ പാനിപ്പൂരിയും പാവ് ബജ്ജി എല്ലാം കഴിച്ച് വയറ് ഏകദേശം ഫുള്ളായി ഒരു രീതിയിലിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം നമ്മൾ ഉദ്ദേശിച്ച് നല്ല ആഹാരം കഴിക്കണം ഉദ്ദേശിക്കുമ്പോൾ നമ്മളവിടെ തമ്പാനൂർ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ട് അരുളകം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. പണ്ട് തൊട്ടേ നമ്മൾ പോകുന്നതാണ്, ഒരുപാട് വർഷങ്ങൾ തൊട്ടേ പോകുന്നതാണ്. നമ്മൾ കറക്റ്റ് ലൈറ്റായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരിച്ചിരി നല്ലതുപോലെ കഴിക്കാം, ഹെവി ഒന്നും ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. ചുമ്മാ അറിയോ, ഇവർ ഒരു 50-100 പ്രാവശ്യമെങ്കിലും ഇവിടെ പോയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് സ്ഥിരം പരിപാടിയാണ്. എന്ത് സാധനം അന്ന് പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഉറങ്ങാൻ നേരത്തെ പറഞ്ഞാണ് ഞാൻ ലേസർ മാത്രം എടുത്ത് വെച്ചു. ഇത് കള്ളത്തരവാണ്. എപ്പോഴും സാധാരണ ഇതേപോലെ അടുത്ത് വെച്ച് ഉറങ്ങാറുണ്ട്. പക്ഷെ ഇവ ചുമ്മാ കിടക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഉറങ്ങിന്ന്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് കയറി വന്ന് നോക്കുന്നു, ഉറങ്ങാൻ കിടന്ന കുട്ടിയാണ് ലേസറൊക്കെ വെച്ച് കളിച്ച് അടിച്ചു പൊളിച്ച് അങ്ങ് കിടക്കുവാണ്. ഇനി കുറേ ദിവസം ഇനി ഈ ലേസർ താത്തേ വെക്കത്തില്ല. ലേസർ കാണാനില്ല. അയ്യോ, ഇങ്ങനെ കളിച്ച് ലേസർ മിക്കവാറും എഴുന്നേറ്റ് ഓടിയതായിരിക്കും ഇവനെ പേടിച്ചിട്ട്. ഇന്നലെ രാത്രി അടുത്ത് വെച്ചോണ്ട് കിടന്ന ഫ്രണ്ട്സ് കാണാനില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ ബൈ. ലൈക്ക്